കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം സെക്കൻഡ് സെമസ്റ്ററിലെ മാനേജ്മെൻറ്റ് സയൻസിലെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ പ്രാവശ്യവും എക്സാമിന് വരാറുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു പ്രോബ്ലം അതിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് പ്രോബ്ലം ആണിത്. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിൽ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡിൽ സോൾവ് ചെയ്യുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള സെല്ലിൽ നമ്മൾ ആദ്യം അലോക്കേഷൻ കൊടുക്കണം. ഏറ്റവും ലീസ്റ്റ് സെല്ലിൽ ആദ്യമേ ലൊക്കേഷൻ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ലീസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ വാല്യൂ ഉള്ള സെല്ലിൽ എന്ത് ചെയ്യുക, ലൊക്കേഷൻ കൊടുത്ത് പോകുന്ന പ്രോബ്ലമാണ് എന്തെന്ന് പറയുന്നത് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് പ്രകാരമുള്ള ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അപ്പോൾ ആദ്യം തന്നെ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് ചെക്ക് ചെയ്യുക സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആണോ എന്ന്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡമ്മി കോളം അല്ലെങ്കിൽ ഡമ്മി റോ വരയ്ക്കണം. ഓക്കെ, എന്നിട്ട് ഈക്വൽ ആക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി സപ്ലൈയും ഡിമാൻഡും എന്താണ്, ഈക്വൽ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അങ്ങനെ ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ താഴെ എഴുതുക. ഇപ്പം ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങൾ എക്സാമിന് എഴുതുക സപ്ലൈ ഈക്വൽ ടു ഡിമാൻഡ്, അല്ലെങ്കിൽ ദ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് എ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അതിൻ്റെ റീസൺ താഴെ എഴുതുക സപ്ലൈ ഈക്വൽ ടു ഡിമാൻഡ് എന്ന് പറഞ്ഞ് എഴുതാം. സോ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിലേതാണ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള സെല്ലെന്ന് പറയുന്നത്, ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള സെല്ലെന്ന് പറയുന്നത് 5 ആണ് അല്ലേ. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, 5-ലെ ലൊക്കേഷൻ കൊടുക്കാം. 5-ലെ ലൊക്കേഷൻ കൊടുക്കുമ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മൾ നോക്കുക 5-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും നമുക്ക് നോക്കാം. സോ നമ്മളിവിടെ ഡിമാൻഡിന് എഴുതാനായിട്ട് വിട്ടുപോയിട്ടോ. ഓക്കെ, അപ്പോൾ 5-ന് ഇതായിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും ഏതാണെന്ന് നോക്കാം. അപ്പോൾ 5-ന് കറസ്പോണ്ടിങ് ആയി എടുക്കുന്നത് ഡിമാൻഡ് 400ഉം 800 സപ്ലൈയും. അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് ഏതാ, 400 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, 400 ഇവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ 400-ൽ നിന്ന് 400 പോയാൽ 0 ആയി മാറി. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 800-ൽ നിന്ന് 400 പോയാൽ ബാക്കി 400 ഉണ്ട്. സോ അപ്പോൾ ഈ ഒരു സൈഡ് ക്യാൻസൽ ആയില്ലേ. സോ നമുക്കതിൻ്റെ നേരെയുള്ള എല്ലാ സെല്ലുകളും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്തതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കുക. നമുക്ക് നോക്കുമ്പോൾ 10, 40, 50, 16, 13, 45 ഇതിലെ ഏറ്റവും ലീസ്റ്റ് നമുക്ക് 10 ആണല്ലേ. സോ നമുക്ക് അടുത്ത ലൊക്കേഷൻ എവിടെ കൊടുക്കാം, 10-ലെ ലൊക്കേഷൻ കൊടുക്കാം. 10-ലെ ലൊക്കേഷൻ കൊടുക്കുമ്പോൾ 10-ന് നേരെയുള്ള ഡിമാൻഡ് 900ഉം സപ്ലൈ 500ഉം ആണ്. അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് ഏതാ, സപ്ലൈ ആയിട്ടുള്ള 500. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഏറ്റവും ചെറുതായിട്ടുള്ള 500 ലൊക്കേഷൻ കൊടുക്കുക. അപ്പോൾ 500-ൽ നിന്ന് 500 പോയി കഴിഞ്ഞാൽ 0 ആയി മാറി. 900-ൽ നിന്ന് 500 പോയാൽ ബാക്കി എത്രയുണ്ട്, 400 ബാലൻസ് ഉണ്ട്. സോ ഇത് 0 ആയില്ലേ. 0 ആയിട്ടുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം അടുത്ത ലീസ്റ്റ് സെല്ലെന്ന് പറയുന്നത് ഏതാ, 13 ആണല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, 13 ലൊക്കേഷൻ കൊടുക്കാം. 13 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് 200ഉം സപ്ലൈ 400ഉം. അപ്പോൾ ചെറുത് ഏതാ, 200 ആണ്. സോ 200 കൊടുക്കുമ്പോൾ ഇവിടെ 200-ൽ നിന്ന് 200 പോയാൽ 0 ആയി മാറി. ഇവിടെ 400-ൽ നിന്ന് 200 പോയി കഴിഞ്ഞാൽ ബാലൻസ് എന്തുണ്ട്, 200 ഉണ്ട്. സോ നമുക്ക് 0 ആയിട്ടുള്ളത് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ നെക്സ്റ്റ് നമ്മൾ ലീസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 16 ആണ് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം, 16 ലൊക്കേഷൻ കൊടുക്കാം. 16 കറസ്പോണ്ടിങ് ആയിട്ട് 200ഉം ഉണ്ട് 400ഉം ഉണ്ട്. അപ്പോൾ ചെറുത് ഏതാ, 200 നമ്മൾ ലൊക്കേഷൻ കൊടുക്കുകയാണ്. സോ 200 ലൊക്കേഷൻ കൊടുക്കുമ്പോൾ ഇവിടെ എന്താവും, 0 ആയി മാറി. അപ്പോൾ ഇവിടെ നിന്ന് 200 പോകുമ്പോൾ 400-ൽ നിന്ന് 200 പോയാൽ ബാലൻസ് 200 ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, 0 ആയി മാറിയിട്ടുള്ളത് ക്യാൻസൽ ചെയ്ത് കളയാം. സോ അത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മൾ ലിസ്റ്റ് നോക്കുമ്പോൾ 30ഉം ഉണ്ട് 20ഉം ഉണ്ട്. ഇതിൽ ഏറ്റവും ലിസ്റ്റ് ഏതാ നമുക്ക് നോക്കാം, ഏതാ, 20 ആണല്ലേ. സോ നമുക്ക് 20 നോക്കുമ്പോൾ 500ഉം ഉണ്ട്, എന്ത് 700ഉം ഉണ്ട്. അപ്പോൾ 500ഉം 700ലും ഏറ്റവും ചെറുത് ഏതാണ്, 500 ആണ്. സോ നമുക്ക് എത്ര ലൊക്കേഷൻ കൊടുക്കാം, 500 കൊടുക്കാം. സോ ഈ 500 എന്തായി, 0 ആയി. ഇവിടെ 700-ൽ നിന്ന് 500 പോയി കഴിഞ്ഞാൽ 200 ബാലൻസ് ഉണ്ട്. ഇനി ബാക്കി ആരാ ഉള്ളത്, ഏറ്റവും ലാസ്റ്റ് ഒരു 30 ഉണ്ട് അല്ലേ. അപ്പോൾ 30-ക്ക് ലാസ്റ്റ് ബാലൻസ് ഉള്ളത് നമുക്ക് നോക്കാം. 30-ക്ക് നേരെയായിട്ട് ഒരു 200 ഉണ്ട്. കറക്റ്റ് അലോക്കേഷൻ ചെയ്ത് വരുമ്പോൾ ബാലൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് കറക്റ്റാണ് കേട്ടോ. സോ നമുക്ക് നോക്കുമ്പോൾ 30-ക്ക് ഇനി ബാക്കി കൊടുക്കാനുള്ളത് 200 ഡിമാൻഡും 200 സപ്ലൈയും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, 200 ഡിമാൻഡ് കൊടുത്തു. സോ ഇവിടെ 0 ആയിപ്പോയി. 200 സപ്ലൈയും കൊടുത്തപ്പോൾ അവിടെയും 0 ആയിപ്പോയി. സോ പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, അലോക്കേറ്റ് ചെയ്തില്ലേ. ഇനി ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, നേരത്തെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് കണ്ടുപിടിച്ച പോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം, 500 × 10 പ്ലസ് ഇവിടെ എത്രയാ, 400 × 5 പ്ലസ്
200 into 16 plus 200 into 13 plus 200 into 30 plus 500 into 20. ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 28,800 കിട്ടി. ദെൻ നെക്സ്റ്റ് നമുക്ക് നോർത്ത് വെസ്റ്റിൽ നമ്മൾ പറയാനായിട്ട് വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ശരിയാണോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, m+n-1 നമ്പർ ഓഫ് അലോക്കേഷൻ. അതായത് ഈ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ള എത്ര എണ്ണം നോക്കുക, 1 2 3 4 5 6 6 നമ്മുടെ അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് അലോക്കേഷനും ഈ ഇക്വേഷനും ഈക്വലായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ആൻസർ എന്താണ്, കറക്റ്റ് ആണെന്നാണ്. സോ എം എന്ന് ഉദ്ദേശിക്കുന്നത് കോളത്തിനെയാണ്, കോളത്തിൻ്റെ എണ്ണത്തിനെയാണ് എം എന്ന് ഉദ്ദേശിക്കുന്നത്. എൻ എന്ന് പറഞ്ഞാൽ റോൻ്റെ എണ്ണത്തിനെയാണ് എന്തെന്ന് പറയണേ, എൻ എന്ന് പറയണത്. ദെൻ -1 കോളത്തിൻ്റെ എണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം എത്ര കോളുണ്ട് ഇവിടെ, 1 2 3 4 4 കോളാണ് ഉള്ളത് അല്ലേ. സോ നമുക്ക് എമ്മിൻ്റെ നേരെ എന്ത് ചെയ്താം, 4 പ്ലസ് റോ എന്ന് പറയുമ്പോൾ എത്ര എണ്ണമാണ്, 1 2 3 3 റോയാണ്. സോ 4 + 3 7 -1 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 6 എന്ന് കിട്ടും. സോ 6 ആൻസർ ഈ ഇക്വേഷൻ്റെ കിട്ടി. ഈക്വൽ ടു നമ്പർ ഓഫ് അലോക്കേഷൻ നമുക്ക് എത്രയാണെന്ന് അറിയാം, 6 തന്നെയാണെന്ന് അറിയാലോ. സോ ഇത് രണ്ടും ഈക്വലായി വന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമ്മൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ പ്രോബ്ലംസ് നമ്മൾ വേഗം ഇടുന്നതായിരിക്കും കേട്ടോ. അധികം ടൈമൊന്നും എടുക്കുന്നില്ലല്ലോ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. താങ്ക്